ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ ഇഷ്താറിൻ്റെത്? ഈ ഒരു ഇഷ്താർ എന്ന ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് മെസ്സപ്പൊട്ടോമിയ മിത്തോളജിയിലുള്ള വാറിന്റെയും ലവിന്റെയും ഗോഡസ് ആയിട്ടുള്ള ഇനാന എന്ന് പറയുന്ന ആ ഒരു ഗോഡസിൽ നിന്നാണ് ഇഷ്താർ എന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗോഡസിനുള്ള അതേ സെയിം പവറുകൾ മാത്രമാണോ ഈ ഒരു ഇഷ്താർ എന്ന ക്യാരക്ടറിനുള്ളത്? അതുമാത്രമല്ലെങ്കിൽ മൂത്തോൻ അഞ്ചാറ് വേർക്കും. ചന്ദ്രയെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാത്തനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒടിയനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മൂത്തോനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഇഷ്താർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഇൻഡിവിജ്വൽ വീഡിയോ ആണ്. ബാക്കിയുള്ള വീഡിയോസിന്റെ പ്ലേലിസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. ഇത്തരം വീഡിയോസിനായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ഹൈപ്പ് എന്നുള്ളതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യടേ. എന്താണ് കാര്യത്തിലേക്ക് കിടക്കാം. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇഷ്താറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവിടെ എവിടെയായിട്ട് ചെറുതായിട്ട് ഈ പേരൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളതേ ഉള്ളൂ. എങ്കിലും നമുക്ക് അതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ കാണിച്ചു തരുന്നുണ്ട് അവര്. ചന്ദ്ര എന്ന ക്യാരക്ടറിന് നീലി എന്ന് പറയുന്ന നമ്മളുടെ മിത്തോളജിയിലുള്ള ആ ഒരു ക്യാരക്ടറിന്റെ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടാണ് ചന്ദ്ര എന്ന ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇഷ്താർ എന്ന ക്യാരക്ടറിനെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു ഇനാന എന്ന് പറയുന്ന ആ ഒരു ഗോഡസിന്റെ ക്യാരക്ടറിന്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഒടിയൻ, ചാത്തൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും. നമ്മൾ ഈ ഒരു ലോക എന്ന ചാപ്റ്ററിനകത്തുള്ള മറ്റ് ക്യാരക്ടേഴ്സിനെ എല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സിനൊക്കെ ഉള്ള ഒരു പൊതുവായ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മിത്തിനെ എടുത്ത് ഫൗണ്ടേഷനായിട്ട് ഇട്ടിട്ട് അതിന്റെ പുറത്താണ് അവർ മറ്റ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതേ രീതി തന്നെയാണ് ഇഷ്താറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇനാന എന്ന് പറയുന്ന ആ ഒരു മിത്തോളജിയിലുള്ള ഒരു ഗോഡസിനെ അതുപോലെ എടുത്ത് ഈ ഒരു ഇഷ്താർ എന്ന ക്യാരക്ടറായിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ചരിത്രം വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒടിയൻ എന്ന് പറയുന്ന മിത്തിലെ ക്യാരക്ടറിന് നിഞ്ച പവർ ഒന്നുമില്ല. ലോകയിലെ ഒടിയന് അവന് നിഞ്ച പവർ ഉണ്ട്. അതുപോലെ ഈ ഒരു ഇഷ്താർ എന്ന ക്യാരക്ടറിന് ഈ ഗോഡസിൻ്റെതായിട്ടുള്ള ചില പവേഴ്സും ഉണ്ടാവും. ഒപ്പം പുതിയതായിട്ടുള്ള എക്സ്ട്രാ പവേഴ്സുകൾ ഈ ഒരു ഇഷ്താർ എന്ന ക്യാരക്ടറിന് ഉണ്ടാവും. മൂത്തോൻ എന്ന ക്യാരക്ടറാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന്റെ ഫേസ് ടു ഫേസ് നിൽക്കാൻ പറ്റിയ ഇഷ്താർ എന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ലോകയുടെ ആ ഒരു ടൈറ്റിലും കാര്യങ്ങളും കാണിക്കുന്ന ഒരു ഗ്രാഫിക്സിനകത്ത് കാണിക്കുന്നുണ്ട്. ഫീമെയിൽ ക്യാരക്ടറും ഒപ്പം മൂത്തോന്റെ ഒരു ക്യാരക്ടർ പോലത്തെ ഒരു ഗോഡ് ക്യാരക്ടർ നിൽക്കുന്നതായിട്ട് ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു വാറായിരിക്കാം ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു ലോക എന്ന് പറയുന്ന യൂണിവേഴ്സിന്റെ ഫുൾ തീം എന്ന് പറയുന്നത്. ഒരു മെയിൽ ടു ഫീമെയിൽ എന്നുള്ളൊരു ഈക്വലി രണ്ട് ക്യാരക്ടേഴ്സിനും ആ ഒരു പവർ കൊടുത്തിട്ട് അവരെ ഫേസ് ടു ഫേസ് നിർത്തിയിരിക്കുകയാണ്. അതല്ലാതെ ഒരു ക്യാരക്ടറിന്, അതായത് ഒരു ഫീമെയിൽ ക്യാരക്ടർ പവർ കുറഞ്ഞതായിട്ടും അവരെ രക്ഷിക്കാനായിട്ട് വരുന്ന ഒരു മെയിൽ ക്യാരക്ടർ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ല ഈ ഒരു ക്യാരക്ടേഴ്സിനെ രണ്ടിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ നസ്ലിൻ ചന്ദ്രയെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് അത് ഇതിന്റെ കോ റൈറ്ററായിട്ട് അല്ലെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്ത റൈറ്ററായിട്ടുണ്ടായിരുന്ന ശാന്തി അവർ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫീമെയിൽ സൈഡ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഫീമെയിൽ റൈറ്ററും കൂടി ഇതിന്റെ കൂടെ ഉള്ളതുകൊണ്ട് അവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് ക്യാരക്ടേഴ്സ്, മെയിലിന്റെ സ്ഥാനത്ത് നമ്മുടെ മൂത്തോന്റെ ക്യാരക്ടറും അതേ പവറുള്ള തന്നെ ഫീമെയിൽ ക്യാരക്ടറിന്റെ സൈഡിൽ വരുന്ന സമയത്ത് ഇഷ്ടാവുന്ന ഈ ഒരു ക്യാരക്ടറിനെ ഓപ്പോസിറ്റ് നിർത്തിക്കൊണ്ട് ആയിരിക്കാം ഈ ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് അവർ എടുക്കുന്നത്. നമ്മുടെ മൂത്തോനേക്കാൾ പവർ കൂടുതൽ ഇഷ്ടാറിന് തന്നെ ആയിരിക്കാം. പക്ഷെ ആ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ നമ്മുടെ മൂത്തോന്ന ക്യാരക്ടർ എങ്ങനെ കീഴടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ലോക എന്ന യൂണിവേഴ്സിന്റെ ആ ഒരു യുണീക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ലോക എന്ന ഫിലിമിന്റെ ഉള്ളിൽ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടർ ഇഷ്ടാർ ആണോ എന്നുള്ളതാണ് ഒരു റീസൺ എനിക്ക് തോന്നിയതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മെയിൻ വില്ലനായിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ബിസിനസ് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് അവർ ചെയ്യാമായിരിക്കാം. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഇതുവരെ ഉള്ള ഒരു 5 പാർട്ട് അവർ പറഞ്ഞിട്ടുള്ളത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ 5 പാർട്ടിലും മൂത്തോൻ വേഴ്സസ് ഇഷ്താറിന്റെ ഒരു വാറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഇഷ്താറിന്റെ സൈഡിലേക്കുള്ള ആൾക്കാരാണ് നമ്മുടെ നെഗറ്റീവ് ചാത്തൻ ഉൾപ്പെടെ ഇനി വരാനുള്ള സാൻഡി മാസ്റ്റർ ഉൾപ്പെടെ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ്. മൂത്തോന്റെ സൈഡിലുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ചന്ദ്ര ആയാലും മറ്റ് ക്യാരക്ടേഴ്സിൽ ഒടിയൻ മാത്രം ഒന്ന് മാറ്റി നിർത്തുക. കാരണം ഒടിയൻ ഇതിൽ ഏതി പെടും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒടിയൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ടോവിനോയുടെ മൈക്കിൾ ചാത്തൻ ഇതൊക്കെ മൂത്തോന്റെ സൈഡിലുള്ളതാണ്. ഇത്തരത്തിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു വാറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ വാർ ഉണ്ടാവാനായിട്ടുള്ള റീസൺ, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കഴിഞ്ഞ മൂത്തോന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂത്തോ എന്ന ക്യാരക്ടറിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നത് മദറാണ്. മദർ അയച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് മൂത്തോന് തിരിച്ചു പോകാൻ പറ്റാതെ ആവുകയും അല്ലെങ്കിൽ മൂത്തോന് അങ്ങനെ പോകാൻ താല്പര്യമില്ലാതെ വരികയും മദറുമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാവുകയും മദറിനെ മൂത്തോൻ തീർക്കുകയും ചെയ്യുന്നു. സ്വന്തം അമ്മയെ
അമ്മയെ കൊന്നു എന്നുള്ള ഒരു റീസന്റെ പേരിൽ ഇഷ്താർ വന്നിട്ട് മൂത്തോനുമായിട്ട് ഫൈറ്റ്, അല്ലെങ്കിൽ അവർ ഓപ്പോസിറ്റ് വരുന്ന ഒരു പ്ലോട്ടാണ് എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് ടൈറ്റിൽ ഗ്രാഫിക്സിൽ നിന്നൊക്കെ മനസ്സിലായത്. മേ ബി ഇങ്ങനെ ആയിരിക്കാം. ഈ ഒരു സ്ട്രക്ചറിന് തന്നെ ആയിരിക്കും ഡൊമിനിക് അരുൺ പറയുന്നത് ഒരു സ്കെൽട്ടൺ നമ്മളെ കയ്യിലുണ്ട്, പക്ഷെ എൻ്റെ സ്ക്രീൻ പ്ലേ ഇല്ലാന്ന്. ഈ ഒരു സ്കെൽട്ടൺ ആയിരിക്കാം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് ആ ഒരു 5 പാർട്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഉള്ള ഒരു തീം എന്ന് പറയുന്നത്. ഈ 5 പാർട്സ് കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഈ ഓരോ പാർട്സുകൾ ഇറങ്ങുമ്പോഴും നമ്മളുടെ ആ ഒരു റെസ്പോൺസും ഓരോ സിനിമയുടെ സക്സസ്സും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചായിരിക്കും ഇത് വലുതായി വരുന്നത്. ഈ ഒരു ഇനാന എന്ന് പറയുന്ന ഗോഡസിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പവേഴ്സ് എല്ലാം ഇഷ്താറിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തീർത്ത് പറയാൻ പറ്റില്ല. ഇനാന എന്ന ക്യാരക്ടറിൻ്റെ ഒരു ബേസ്മെന്റ് എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ഇഷ്താർ എന്ന് പറയുന്ന ഈ ഒരു ലോക ചാപ്റ്ററിനകത്തുള്ള ആ ഒരു ക്യാരക്ടർ ഒരു യുണീക്കായിട്ടുള്ള പുതിയ പവേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇഷ്താർ എന്ന് പറയുന്നത്. മൂത്തോന്റെ ഓപ്പോസിറ്റ് ഈ 5 ഭാഗങ്ങൾ തീരുന്ന സമയത്ത് ഇനി ഫ്യൂച്ചറിൽ 6-മതും അത് കഴിഞ്ഞിട്ടും അവർ ഓരോ ഭാഗങ്ങളായിട്ട് ഇറക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് പല പുതിയ ക്യാരക്ടേഴ്സും വരും. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ചാപ്റ്റർ 1 ചന്ദ്ര, ചാപ്റ്റർ 2 മൈക്കിളിൻ്റെ ചാത്തൻ, ചാപ്റ്റർ 3 ഒടിയൻ, അത് കഴിഞ്ഞ് ചാപ്റ്റർ 4 മൂത്തോൻ, ചാപ്റ്റർ 5 എൻഡ് ഗെയിം എന്നുള്ള രീതിയിലാണ് നമ്മളെ മനസ്സിൽ, അല്ലെങ്കിൽ അവർ പറയുന്നത് വെച്ചും നമുക്ക് ഈ കിട്ടിയ ഒരു ഇത് വെച്ചും നമുക്ക് മനസ്സിലായ കാര്യം. ഇതിനകത്ത് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ എന്തുമാത്രം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം ഇവർക്ക് ഈ പറയുന്ന 5 ചാപ്റ്ററിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പ്രസന്റ് ചെയ്ത് കാണിച്ചിടാൻ നമുക്ക് പറ്റുമോ? ഈ ഒരു ചാപ്റ്റർ 1 തന്നെ ഒരുപാട് ക്യാമിയോസിനെ കാണിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഓരോ ചാപ്റ്ററിലായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പെട്ടെന്ന് കാണിച്ചു തന്നാലും ഈ എൻഡ് ഗെയിമിലേക്ക് വരുന്ന സമയത്ത് ഇവരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇവർ 2 സൈഡിലും കുറച്ച് ടീമുകൾ ഉണ്ടാവുമല്ലോ. ഒരു വലിയ ടീം 2 സൈഡിലും ഉണ്ടാവും. അപ്പോൾ ഈ 2 സൈഡിലുള്ള ടീമുകളെ കറക്റ്റായിട്ട് ഈ ഒരു 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 5 ചാപ്റ്റേഴ്സിന്റെ ഉള്ളിൽ അവർക്ക് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് ഈ 5-മത്തേൽ എൻഡ് ഗെയിം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊരു 5 ചാപ്റ്റർ നിൽക്കുമെന്ന്. കാരണം ഇതിന്റെ ഓരോ സക്സസും നോക്കിയായിരിക്കും ഇവർ മുൻപോട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇറക്കുന്നത്. അതിൽ 5-മത്തെ ചാപ്റ്ററിൽ തന്നെ എൻഡ് ഗെയിം വരണമെന്നും ഒരു നിർബന്ധവും ഇല്ല. മൂത്തോണ്ണ ക്യാരക്ടറിന്റെ ആ ഒരു ചാപ്റ്റർ വരുന്ന തന്നെ ചിലപ്പോൾ 5 കഴിഞ്ഞിട്ടായിരിക്കാം മേ ബി. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇനി ഇതിന്റെ ഒരു OTT കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്ക്രീൻഷോട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ രീതിയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് നോക്കി നമുക്ക് അതൊക്കെ വെച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഇഷ്താറിന്റെ ഇതൊരു പാർട്ട് 1 ആയിട്ട് കൂട്ടിയാൽ മതി. പാർട്ട് 2 വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അത് OTT വന്നിട്ട് നമുക്കത് ചെയ്യാം. ഇനി ചാത്തന്മാർ വരുന്ന സമയത്ത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇഷ്താറിനെ മൂത്തോനെ കുറിച്ച് അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. എന്റെ ലോളിലർ അൺഫോൾസ് എന്ന് പറഞ്ഞ ലോകത്തിലെ സെക്കൻഡ് വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ലോകയിലെ മറ്റ് വീഡിയോസും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേക്കും കാണുന്നതിന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹൈപ്പ് എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ എൻഷാൻ നിസാർ. ഈ സണ്ണി എന്ന ക്യാരക്ടർ ഒരു വെയർവൂൾഫ് ആണോ? തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള ഈ ഒരു ചന്ദ്ര എന്ന ക്യാരക്ടറിന്റെ ഒരു ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള